കർക്കിടക മാസമൊക്കെ ആയതുകൊണ്ട് പത്തിലത്തോരൻ വെക്കാമെന്ന് കരുതി തൊടിയിലെ ഇലകൾ അന്വേഷിച്ച് ഇറങ്ങിയപ്പോൾ ആദ്യം കിട്ടിയത് തഴുതാമയാണ്. അപ്പോൾ തഴുതാമ എന്ന് പറയുമ്പോൾ പണ്ടത്തെ കാലത്തെ ആളുകൾ പാരമ്പര്യവൈദ്യമായിട്ടും ഗൃഹവൈദ്യമൊക്കെ ആയിട്ടും അതുപോലെ തന്നെ ഭക്ഷണമായിട്ടും ഉപയോഗിച്ചിരുന്ന ഒരു സസ്യമാണ്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഐ എം ഡോക്ടർ ലക്ഷ്മി ശരണ്യ. വെൽക്കം ടു മൈ ചാനൽ. കേരളത്തിൽ വളരെയധികം ലഭ്യതയുള്ള ഒരു ചെടിയാണ് ഈ തഴുതാമ. ചില സമയങ്ങളിൽ ഇതിനെ തവിഴാമ എന്നും പറയും. സംസ്കൃതത്തിൽ ഇതിനെ പറയുന്നത് പുനർനവ അല്ലെങ്കിൽ ശോധഗ്നി എന്നാണ്. ഈ ശോധഗ്നി എന്ന് പറഞ്ഞാൽ ശോധം എന്ന് പറഞ്ഞാൽ നീരാണ്. നമ്മുടെ ശരീരത്തിലെ നീരിനെ കുറയ്ക്കാനുള്ള ഇതിൻ്റെ കഴിവ് കൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര് വന്നിട്ടുള്ളത്. ഈ ഒരു തവിഴാമ ഉപയോഗിച്ചിട്ട് ഒരുപാട് മെഡിസിനൽ പ്രിപ്പറേഷൻസ് ഉണ്ട്. അതായത് പുനർനവാദി കഷായം, പുനർനവാദി മണ്ടൂരം, പുനർനവാദി ആസവം, അങ്ങനെയൊക്കെ. ഇതൊക്കെ പല ആളുകളും കേട്ടിട്ടുണ്ടാവും. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് തവിഴാമ. പ്രത്യേകിച്ച് നമുക്ക് ഈ മലബന്ധം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസം ഇത് തോരനായിട്ടോ കറിയൊക്കെ ആയിട്ട് വെച്ച് കഴിക്കുകയാണെങ്കിൽ അത് മാറിക്കിട്ടും. അതേപോലെ തന്നെ ഇതിൽ പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞ രാസപദാർത്ഥം ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ ഡൈയൂററ്റിക് ആക്ഷൻ ഉണ്ട്. ഡൈയൂററ്റിക് എന്ന് പറഞ്ഞാൽ മൂത്രം ഉണ്ടാക്കാനുള്ള കഴിവിനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മൂത്രക്കടച്ചിൽ മൂത്രക്കടച്ചിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്രം ഒഴിക്കുമ്പം ഒരു വേദന, ഒരു പുകച്ചിലൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ മൂത്രത്തിൽ പഴുപ്പ്, മൂത്രക്കല്ല് എന്നീ കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഈ തഴുതാമ ഉപയോഗിക്കാം. പുരുഷന്മാരുണ്ടാവുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം, അതുപോലെ പൈൽസ്, അതുപോലെ സ്ത്രീകളുടെ ആണെങ്കിലും പുരുഷന്മാരുടെ ആണെങ്കിലും റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനൊക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതേപോലെ നീര് കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതെന്ന് ആദ്യം പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ആമവാദം, സന്ധിവാദം, രക്തവാദം എന്നീ കണ്ടീഷൻസിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൽ അയറൺ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ വിളർച്ചയിലും ഇത് വളരെ ഫലപ്രദമാണ്. പിന്നെ ഇതിൽ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഉറക്കക്കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും കണ്ണിൻ്റെ കാഴ്ച കൂട്ടാനൊക്കെ ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഡയബറ്റീസ് ഉള്ളവർക്കോ അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ യാതൊരു പ്രശ്നവുമില്ല. കാരണം ഇൻസുലിൻ്റെ അളവ് ബാലൻസ് ചെയ്തിട്ട് നമ്മുടെ ഡയബറ്റീസ് കുറയ്ക്കാനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ BP ഉള്ളവർ ഇത് ഒരുപാട് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യണം. ഒരു പക്ഷേ BP കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. തഴുതാമയ്ക്ക് ഒരുപാട് വെറൈറ്റി ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ 2 വെറൈറ്റിയാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഒന്ന് വെള്ള കളർ വെറൈറ്റിയും ഒന്ന് ചുവന്ന കളർ വെറൈറ്റിയും. നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കാം. സമൂലം, അതായത് വേര് തൊട്ട് അതിൻ്റെ തണ്ട്, എല്ലാ പൂവൊക്കെ ഉപയോഗിക്കാം. ഇത് മൊത്തത്തിലെടുത്ത് പറിച്ച് കഴുകിയിട്ട് നമുക്ക് അത് ഇടിച്ച് അതിൻ്റെ സ്വരസായിട്ടോ അല്ലെങ്കിൽ കഷായം വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ എന്ന് കരുതി എല്ലാ ദിവസവും ഇത് പറിച്ച് ഇടിച്ച് പിഴിഞ്ഞൊന്നും കഴിക്കാൻ പാടില്ല. 1-2 ദിവസം ആഴ്ചയിൽ, അത് ഹെൽത്തി ആയിട്ടൊരു വ്യക്തി അങ്ങനെ കഴിക്കാം. പ്രത്യേകിച്ച് ഇതൊരു ചവറപ്പ് ടേസ്റ്റ് ആയത് കാരണം ഇതിൻ്റെ കൂടെ ചീര, മുരിങ്ങ അതുപോലത്തെ ഇലകൾ ഉപയോഗിച്ചിട്ട് കറിയാക്കിയോ അല്ലെങ്കിൽ തോരനാക്കിയോ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ സ്വരസം നീരൊക്കെ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് അവരുടെ വിദഗ്ധ ഉപദേശം തേടിയിട്ട് മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ. ഇതുപോലെ ഔഷധ ഗുണമുള്ള ഒരുപാട് സസ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിൻ്റെയൊക്കെ ഗുണങ്ങൾ മനസ്സിലാക്കി ഉപയോഗിക്കാൻ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം.